ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇത് നമ്മൾ തേർഡ് പാർട്ട് വീഡിയോ കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സിൻ്റെ തേർഡ് പാർട്ട് വീഡിയോ ആണ്. 10th ചാപ്റ്റർ 1 ജെനറ്റിക്സ് ഓഫ് ലൈഫിൽ നോക്കാൻ പോണത്. അതിൽ ഞാൻ മോണോഹൈബ്രിഡ് കോഴ്സ് വരെ ഞാൻ പറഞ്ഞായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോണത് എന്താ, ഡൈഹൈബ്രിഡ് കോഴ്സ്. മെൻഡലിൻ്റെ ഡൈഹൈബ്രിഡ് കോഴ്സസിൽ കൺക്ലൂഡ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ 2 or more ഡിഫറെൻറ്റ് ട്രേറ്റ്സ് ആർ കമ്പൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോൾ ക്യാരക്ടർ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം റൗണ്ട് ആയിട്ടുള്ള യെല്ലോ ആയിട്ടുള്ളതും അതുപോലെ വ്രിങ്കിൾഡ് ആയിട്ടുള്ള വൈറ്റ് ആയിട്ടുള്ളതും കൂടി ക്രോസ് ചെയ്യണ സമയത്ത് എന്തുണ്ടായി, രണ്ട് ഡിഫറെൻറ്റ് ട്രേറ്റ്സസ് കമ്പൈൻ ചെയ്യണ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൗണ്ട് യെല്ലോയും അതുപോലെ വ്രിങ്കിൾഡ് ആയിട്ടുള്ള വൈറ്റും കൂടി ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഈച്ച് ട്രേസ് ഈസ് ഇൻഹെറിറ്റഡ് ഇൻഡിപെൻഡൻ്റ്ലി ടു ദ നെക്സ്റ്റ് ജനറേഷൻ വിത്തൗട്ട് മിക്സിങ് ഈച്ച് അതർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ട് യെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ വ്രിങ്കിൾഡ് വൈറ്റ് ആയിട്ട് നമ്മൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് അടുത്ത ജനറേഷൻ, പുതിയൊരു ജനറേഷൻ ഉണ്ടാക്കുമ്പോൾ ഈ എല്ലാ ട്രേറ്റ്സും അല്ലെങ്കിൽ എല്ലാ ക്യാരക്ടറും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുകയും അതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ജനറേഷനിൽ ഒരു മിക്സിങ്ങോ ക്രോസിംഗ് ഓവറോ ഒന്നും സംഭവിക്കാണ്ട് ഇപ്പോൾ റൗണ്ട് യെല്ലോ അല്ലെങ്കിൽ റൗണ്ട് വൈറ്റ് അല്ലെങ്കിൽ വ്രിങ്കിൾഡ് വൈറ്റ് ആയിട്ട് കറക്റ്റ് നിൽക്കുന്നുണ്ട്. ഒരു ചേഞ്ചും വരാണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എല്ലാ ക്യാരക്ടറും അവർ മിക്സിങ് ഓവർ അല്ലെങ്കിൽ മിക്സിങ് ഒന്നും നടക്കാണ്ട് ഈച്ച് ട്രേറ്റ്സ് അല്ലെങ്കിൽ ഈച്ച് ഫാക്ടർ ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റൗണ്ട് കാണുന്നുണ്ട് പക്ഷേ യെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ആബ്സെൻ്റ് ആവുക അങ്ങനെയൊന്നുമില്ല. രണ്ട് ട്രേറ്റ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ട്രേറ്റ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ക്രോസിങ് ഓവർ നടത്തിയാലും എല്ലാ ട്രേറ്റ്സും അതിൻ്റെ ഒരു ക്യാരക്ടറാണ്. റൗണ്ട് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്, യെല്ലോ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്, വ്രിങ്കിൾഡ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ്, അതുപോലെ വൈറ്റ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നു. ഒരു ക്രോസിങ് ഓവറോ അല്ലെങ്കിൽ ഒരു മിക്സിങ് അപ്പോ നടക്കാണ്ട് ഒക്കെ ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുന്നു. റൗണ്ട് എന്നുള്ള ക്യാരക്ടറും കാണുന്നുണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് ജനറേഷൻ എടുത്ത് നോക്കുകയാണെന്ന് വെച്ചാൽ റൗണ്ട് യെല്ലോ അല്ലെങ്കിൽ റൗണ്ട് വൈറ്റ് അല്ലെങ്കിൽ വ്രിങ്കിൾഡ് വൈറ്റ് എന്ന് പറഞ്ഞ് കറക്റ്റ് നമ്മളിങ്ങനെ പെട്ടി വരച്ച് അങ്ങനെ 16 നമുക്ക് വരും. അപ്പോൾ ഈ 16 സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അവിടെ നോ ക്രോസിങ് ഓവർ, നോ മിക്സിങ് ആൻഡ് ഒക്കെ എന്താണ്, ഓരോ ട്രേറ്റ്സും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോയിൽ ഡൈഹൈബ്രിഡ് കോഴ്സിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. അതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ 9:3:3:1. അതെന്നാൽ ഫിനോടൈപ്പിക് റേഷ്യോ 9:3:3:1 ആണ് വരിക. ജീനോടൈപ്പിക് റേഷ്യോ ഒന്ന് നല്ല രസമാണ്, 1:2:1:2, പിന്നെ അതേപോലെ 4:2:1:2:1 ഇതിലില്ല. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ ഉണ്ടാവും, പക്ഷെ അത് എക്സാമിന് ചോദിക്കുന്നുണ്ടാവില്ല. എക്സാമിന് എപ്പോഴും ചോദിക്കുകയാണെന്ന് വെച്ചാൽ ഡൈഹൈബ്രിഡ് കോഴ്സസിൻ്റെ ഫിനോടൈപ്പിക് റേഷ്യോ എന്താണ്, അതുപോലെ മോണോഹൈബ്രിഡ് കോഴ്സസിൻ്റെ ഫിനോടൈപ്പിക് റേഷ്യോ എന്താണ്. മോണോഹൈബ്രിഡ് കോഴ്സിൻ്റെ ഫിനോടൈപ്പിക് റേഷ്യോ ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മോണോഹൈബ്രിഡിൻ്റെ ഫിനോടൈപ്പിക് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3:1, ജീനോടൈപ്പിക് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:2:1 ആണ്. ഇനി ഡൈഹൈബ്രിഡ് കോഴ്സിൻ്റെ കാര്യം വരികയാണെങ്കിൽ ഫിനോടൈപ്പിക് റേഷ്യോ 9:3:3:1 ആൻഡ് ജീനോടൈപ്പിക് റേഷ്യോ 1:2:4:2:1:2:1. ഓക്കെ, 1:2:1:4:2:1:2:1 ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി മെൻ്റലിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ നമ്മൾ എന്താ പറയുക, നോൺ മെൻ്റലിയൻ ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ മെൻ്റലിൻ്റെ ഡ്രോബാക്സ് അല്ലെങ്കിൽ മെൻ്റലിൻ്റെ ലിമിറ്റേഷൻ പോലെ നമ്മൾ കണക്കാക്കുന്നതാണ് നോൺ മെൻ്റലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് മെൻ്റലിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മെൻ്റൽ കണ്ടുപിടിച്ചതിലുള്ള കുറച്ച് തിരുത്തുകളാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ നോൺ മെൻ്റലിയൻ ഇൻഹെറിറ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ കോഡോമിനൻസ് എഴുതണം, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എഴുതണം, മൾട്ടിപ്പിൾ അലീലിസം എഴുതണം, ഫൈലോജനറ്റിക് ഇൻഹെറിറ്റൻസ് എഴുതണം. കോഡോമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കണ്ടീഷൻ ഇൻ വിച്ച് ബോത്ത് അലീസ് ആർ എക്സ്പ്രസ്ഡ് റോൺ കോട്ട് പാറ്റേൺ ഇൻ ദ പാറ്റേൺ ഇൻ ദ കാറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പശുവിലൊക്കെ ഒരു പാറ്റേൺ കാണാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മടേൽ ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും, പുള്ളിയായിട്ടുള്ള അമ്മയായിരിക്കാം. ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കുറേ പാണ്ട് പോലുള്ള തരത്തിലുള്ള ശരീരമുള്ളതായിരിക്കാം.
കുട്ടിയിൽ എന്ത് കണ്ടു? 2 ആ പുള്ളിയുള്ള ക്യാരക്ടറും കണ്ടു, അതുപോലെ ഇങ്ങനെ പാണ്ട് പോലത്തെ ആ ക്യാരക്ടറും കണ്ടു. അപ്പോൾ എന്താ മനസ്സിലായ? 2 അലീസും എക്സ്പ്രസ്ഡ് ആയി കാണുന്ന കണ്ടീഷനാണ്. നമ്മുടെ മെൻ്റൽ എന്താ പറഞ്ഞത്? ഒരു ക്യാരക്ടറെ എക്സ്പ്രസ് ആവുള്ളൂ. ടോളും ഡോഫും കൂടെ ചോദിച്ചാൽ ടോൾ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ മാത്രമേ എക്സ്പ്രസ് ആവുള്ളൂ എന്ന് ആൾ കണ്ടുപിടിച്ചു. പക്ഷേ കോഡോമിനൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫാക്ടർ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെയും അമ്മയുടെയും ക്യാരക്ടർ എന്ത് ചെയ്യാം? കുട്ടിയിൽ കാണാം. കോഡോമിനൻസ് രണ്ടും എക്സ്പ്രസ് ആയി കാണുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഡോമിനൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഡ്രോ ആൻഡ് കോഡ് പാറ്റേൺ ഇൻ ദ cattle. Then incomplete dominance show a different character by the combination of the both alleles. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഒരു റെഡ് ചെടി എടുത്തു, അല്ലെങ്കിൽ റെഡ് പൂവ് എടുത്തു, എന്നിട്ട് അടുത്തത് വൈറ്റ് പൂവ് എടുത്തു. 4 മണി പൂവ്. റെഡ് പൂവ് എടുത്തു, വെള്ള പൂവ് എടുത്തു. 2 4 മണി പൂവും കൂടി ക്രോസ് ചെയ്യണ സമയത്ത് നമുക്ക് കിട്ടിയത് പിങ്ക് കളർ പൂവാണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് കളറും അവിടെ ഡോമിനൻ്റ് ആയില്ല, വൈറ്റ് കളറും ഡോമിനൻ്റ് ആയില്ല. വൈറ്റ് കളറും അവിടെ റെസസീവ് ആയില്ല, റെഡ് കളറും അവിടെ റെസസീവ് ആയി. അപ്പോൾ രണ്ടിനും ഈക്വൽ റോൾ കൊടുത്തിട്ട് എന്തുണ്ടായി? വേറൊരു കളർ കിട്ടി, പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള 4 മണി പൂവ് കിട്ടി. അപ്പോൾ എന്താ പറഞ്ഞത്? ഒന്നും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മെൻ്റൽ പറഞ്ഞു, ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഡോമിനൻ്റ് ചെയ്യും, ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഹിഡൻ ആയിട്ട് കിടക്കുന്നതിന് റിസസീവ് എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ നോൺ മെൻ്റലിയാണ് കണ്ടുപിടിച്ചു ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്നുള്ള സാധ്യതയും ഉണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൾട്ടിപ്പിൾ അലീലിസം. മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോമിനൻസ് 2 or more അലീസസ് ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുക. അപ്പോൾ ABO ബ്ലഡ് ഗ്രൂപ്പ്, AB എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് ഡോമിനൻ്റ് ആണ്, A പറഞ്ഞ ഗ്രൂപ്പ് ഡോമിനൻ്റ് ആണ്, B പറഞ്ഞ ഗ്രൂപ്പ് ഡോമിനൻ്റ് ആണ്, O എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് ഡോമിനൻ്റ് ആണ്. എല്ലാവരും എന്താണ്? മൾട്ടിപ്പിൾ മോർ ദാൻ 2 അലീസ് ഡോമിനൻ്റ് ആയി നിൽക്കുന്ന ക്യാരക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറയുന്നത്. ഇനി പോളിജനറ്റിക് ഇൻഹെറിറ്റൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മോർ ദാൻ 1 ജീൻ കൺട്രോൾ ദ ക്യാരക്ടർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ കളർ ഡിഫറൻസ്. കുറേ ജീനുകൾ നമ്മുടെ സ്കിന്നിൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഡാർക്ക് ഷെയ്ഡ് ഉണ്ട്, ഇൻ്റർമീഡിയറ്റ് കളർ ഉണ്ട്, അതുപോലെ തന്നെ ലൈറ്റ് ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നോ അതിലധികമോ ജീനുകൾ നമ്മുടെ ക്യാരക്ടർ കൺട്രോൾ ചെയ്യുന്നതിനെ നമ്മൾ എന്താ പറയുക? പോളിജനറ്റിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നു. ഇനി നമ്മുടെ ജനറ്റിക് എഡിറ്റിങ്ങിലൂടെ വഴി നമ്മുടെ ജെനിഫർ എ ഡൗഡിനെയും ഇമ്മാനുവൽ കാർപ്പൻറ്റിയറും എന്ത് ഡെവലപ്പ് ചെയ്തു? DNA ക്രിസ്പർ കാസ്9 ടെക്നോളജി ഫോർ ജീൻ എഡിറ്റിംഗ് വേണ്ടിയിട്ട് ക്രിസ്പർ കാസ്9 ടെക്നോളജി കണ്ടുപിടിച്ച. ആരൊക്കെ കണ്ടുപിടിച്ച? എന്താ കണ്ടുപിടിച്ച? ജീൻ എഡിറ്റിങ്ങിലാണ് കണ്ടുപിടിച്ചത് നോക്കണം. ആരൊക്കെ കണ്ടുപിടിച്ച? ജെനിഫർ എ ഡൗഡിനെയും ഇമ്മാനുവൽ കാർപ്പൻട്രിയാണ് ക്രിസ്പർ കാസ്9 ടെക്നോളജി കണ്ടുപിടിച്ചത്. ഇനി എന്താണ് മ്യൂട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെയും ക്യാരക്ടർ കൂടെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അമ്മയുടെ അതേ ക്യാരക്ടർ കുട്ടിക്ക് കാണാം, അല്ലെങ്കിൽ അച്ഛൻ്റെ അതേ ക്യാരക്ടർ കുട്ടിക്ക് കാണാം. പക്ഷേ അമ്മയുടെയും അച്ഛൻ്റെയും ജീനുകൾ തമ്മിൽ ക്രോസ് ചെയ്യണ സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ക്രോമസോംസ് തമ്മിൽ ക്രോസ് ചെയ്യണ സമയത്ത് അവിടെ ക്രോസിങ് ഓവർ സംഭവിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു ക്രോസിങ് ഓവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ പകുതി ഭാഗം, അച്ഛൻ്റെ ക്രോമസോമിൻ്റെ പകുതി ഭാഗം അമ്മയുടെ ക്രോമസോമിലേക്കും, അമ്മയുടെ ക്രോമസോമിൻ്റെ പകുതി ഭാഗം അച്ഛൻ്റെ ക്രോമസോമിലേക്കും മാറുമ്പോഴാണ് അവിടെ ക്രോസിങ് ഓവർ നടക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ജനറ്റിക് ഇറർ സംഭവിക്കുക, അല്ലെങ്കിൽ സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ്, എന്തെങ്കിലും നമ്മുടെ ജീനുകൾ തമ്മിൽ, ഇപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ക്രോമസോമിനൊക്കെ ക്രോസിങ് ഓവർ സംഭവിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഇറർ സംഭവിക്കുക, അല്ലെങ്കിൽ സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് നടക്കുന്ന സമയത്തിനെയാണ് ആ ഒരു ഇതിനെ കോസ് ചെയ്യുന്നതാണ് മ്യൂട്ടേഷൻ കോസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഓട്ടിസം അങ്ങനെയുള്ള ഓരോരോ അസുഖങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നോക്കണത് മ്യൂട്ടേഷൻ എന്താണെന്ന് നോക്കണം, അതുപോലെ തന്നെ ന്യൂക്ലിയോസോംസ് എന്താണ്, പിന്നെ ഗ്രിഗർ മെൻ്റൽ DNA ഡബിൾ ഹെലിക്കൽ മോഡൽ ആരാ കണ്ടുപിടിച്ചത്, എന്തൊക്കെയാണ് അതിൽ കണ്ടുപിടിച്ചത്, പിന്നെ പ്രോട്ടീൻ സിന്തസൈസിൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണ്, എൻ്റെ മോണോഹൈബ്രിഡിൻ്റെ ഫിനോടൈപ്പിക് റേഷ്യോ, ജീനോടൈപ്പിക് റേഷ്യോ, ഡൈഹൈബ്രിഡിൻ്റെ ഫിനോടൈപ്പിക് റേഷ്യോ, ജീനോടൈപ്പിക് റേഷ്യോ, പിന്നെ അതേപോലെ ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എന്താ, ലോ ഓഫ് സെഗ്രിഗേഷൻ എന്താ, അതിന് നോൺ മെൻ്റലിയൻ കോഡോമിനൻസ് എന്താ, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്താ, മൾട്ടിപ്പിൾ അലീലിസം എന്താ, പോളിജനറ്റിക് ഇൻഹെറിറ്റൻസ് എന്താ, അതിൻ്റെ വിത്ത് എക്സാമ്പിൾ എഴുതാനായിട്ട് വരും. ക്രിസ്പർ കാസ്9 കണ്ടുപിടിച്ചത് ആരാ, അല്ലെങ്കിൽ അവരെന്താ കണ്ടുപിടിച്ചേ, മ്യൂട്ടേഷൻ എന്താ, അങ്ങനെയൊക്കെ ചോദ്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫുൾ വീഡിയോ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.